ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 2 കോവിഡ് വാക്സിനുകൾക്ക് അനുമതി. കോവാക്സിനും കോവിഷീൽഡ് വാക്സിനും ഉപാധികളോടെ ഉപയോഗിക്കാം. സംസ്ഥാനത്ത് കോവിഡ് മുക്തരായവരുടെ എണ്ണം 7 ലക്ഷം കടന്നു. നിലവിൽ ചികിത്സയിലുള്ളത് 65,374 പേർ. കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് കോളേജുകളിൽ നാളെ മുതൽ അധ്യയനം പുനരാരംഭിക്കും. ഫസ്റ്റ് ബെൽ ഡിജിറ്റൽ ക്ലാസുകളുടെ സംരക്ഷണത്തിനും തുടക്കമാകും. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഈസ്റ്റ് ബംഗാൾ ഒഡീഷയെയും ATK ബഗാൻ നോർത്ത് ഈസ്റ്റിനെയും നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 2 കോവിഡ് വാക്സിനുകൾക്ക് ഉപാധികളോടെ അനുമതി. ICMR-ഉം ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് ഭാരത് ബയോടെക് നിർമ്മിച്ച കോവാക്സിനും ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ചേർന്ന് പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ച കോവിഷീൽഡ് വാക്സിനും ഡ്രഗ്സ് കൺട്രോൾ ഓഫ് ഇന്ത്യ അനുമതി നൽകി. അടിയന്തര ഉപയോഗത്തിന് ഉപാധികളോടെയാണ് DCGI അനുമതി നൽകിയിരിക്കുന്നത്. ന്യൂഡൽഹിയിൽ ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ ഡോക്ടർ VG സൊമാനിയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. കേരളത്തിൽ കോവിഡ് രോഗമുക്തരായവരുടെ എണ്ണം 7 ലക്ഷം കടന്നു. ഇന്നലെ മാത്രം 4,985 പേർ രോഗമുക്തി നേടി. ഇതോടെ സംസ്ഥാനത്ത് ആകെ കോവിഡ് മുക്തരായത് 7,02,576 പേരാണ്. 65,374 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.16%. ഇതുവരെ 99 ലക്ഷത്തിലധികം പേരാണ് രോഗമുക്തരായത്. 2,47,000-ലധികം പേർ രാജ്യത്ത് ചികിത്സയിലുണ്ട്. ഇന്നലെ 217 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 1.5 ലക്ഷത്തോടടുക്കുന്നു. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 8,49,00,000 പിന്നിട്ടു. ഇതിൽ 6,97,000-ലധികം പേർ രോഗമുക്തി നേടി. രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 18.5 ലക്ഷത്തോടടുക്കുന്നു. നിലവിൽ 2,30,00,000-ലേറെ പേരാണ് ചികിത്സയിലുള്ളത്. കൊല്ലത്ത് കോവിഡ് വാക്സിൻ വിതരണത്തിന് ജില്ലാതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ജില്ലയിലെ 90 വിതരണ കേന്ദ്രങ്ങളിലൂടെ 22,000 പേർക്കാണ് വാക്സിൻ നൽകുക. വാക്സിനേഷനുള്ള പരിശീലനം 10-ാം തീയതിക്ക് മുൻപ് പൂർത്തിയാക്കും. സംസ്ഥാനത്തെ 2ാമത്തെ വാട്ടർ ടാക്സി സർവീസ് നാളെ കണ്ണൂർ പറശ്ശിനി പുഴയിൽ ആരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. മലബാർ മലനാട് റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പറശ്ശിനിയിലെ ബോട്ട് ടെർമിനൽ കേന്ദ്രീകരിച്ചാണ് വാട്ടർ ടാക്സി സർവീസ് നടത്തുക. സ്വീഡൻ നിർമ്മിത എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ടിന് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയുണ്ടാവും. വാട്ടർ ടാക്സി സർവീസ് ആരംഭിക്കുന്നതോടെ ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റവുമുണ്ടാകും. 10 പേരടങ്ങുന്ന ഗ്രൂപ്പിന് മണിക്കൂറിൽ 1,500 രൂപയും വ്യക്തികൾക്ക് 160 രൂപയുമാണ് വാട്ടർ ടാക്സി ചാർജ്. ബുക്കിംഗിന് ധർമ്മശാലയിലെ ടൂറിസം ഫെസിലിറ്റേഷൻ സെന്ററിൽ സൌകര്യമൊരുക്കിയിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് മന്ത്രി AK ശശീന്ദ്രൻ വാട്ടർ ടാക്സിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ മറ്റന്നാൾ രാവിലെ 11-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ രാഷ്ട്രത്തിന് സമർപ്പിക്കും. 450 കിലോമീറ്റർ നീളത്തിൽ സ്ഥാപിച്ച പൈപ്പ് ലൈൻ കൊച്ചിയിലെ പ്രകൃതിവാതക ടെർമിനലിൽ നിന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ വഴി മംഗലാപുരം വരെ പ്രകൃതിവാതകം എത്തിക്കും. കോഴിക്കോട് ആനക്കാംപൊയിൽ കിണറ്റിൽ നിന്നും വനം വകുപ്പ് രക്ഷപ്പെടുത്തിയ കാട്ടാന ചരിഞ്ഞു. ഇന്നലെ അവശനിലയിൽ കണ്ട ആനയെ വിദഗ്ധ ഡോക്ടർമാരെത്തി പരിചരിച്ചിരുന്നു. ആനയുടെ ആന്തരികാവയവങ്ങൾക്ക് തകരാറുകൾ സംഭവിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം നടപടികൾ നിർവഹിച്ച ശേഷം സംസ്കരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് വനം വകുപ്പ് അധികൃതർ പറഞ്ഞു. മണ്ണൂത്തി വടക്കാഞ്ചേരി ദേശീയപാത നിർമ്മാണം നാളെ പുനരാരംഭിക്കും. തൊഴിലാളികൾ പണിമുടക്ക് പിൻവലിച്ചു. തൊഴിലാളികൾക്കും നിർമ്മാണ ജോലി നിർവഹിക്കുന്ന വാഹനങ്ങളുടെ ഉടമകൾക്കും 2 ഘട്ടമായി ശമ്പള കുടിശ്ശിക കൊടുത്തു തീർക്കാമെന്ന് കരാർ കമ്പനി സമ്മതിച്ചതോടെയാണ് പണിമുടക്ക് അവസാനിച്ചത്. 15-നകം 50% കുടിശ്ശിക വിതരണം ചെയ്യും. ബാക്കി തുക ഫെബ്രുവരി 15-ന് മുൻപ് നൽകാനാണ് ധാരണയായത്. മാസങ്ങളായി ശമ്പളമില്ലാതെ 100-ലേറെ തൊഴിലാളികളാണ് കുതിരാൻ തുരങ്കത്തിലും ദേശീയപാതയിലും ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കണ്ണൂർ ജില്ലയിലെ മാവോവാദി ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലെ ക്രമസമാധാന പാലനത്തിന് മുൻഗണന നൽകുമെന്ന് ആദ്യ റൂറൽ SP ആയി ചുമതലയേറ്റ ഡോക്ടർ നവനീത് ശർമ്മ പറഞ്ഞു. കണ്ണൂർ ജില്ലയെ സിറ്റി എന്ന പേരിലും റൂറൽ എന്ന പേരിലും 2 പോലീസ് ജില്ലകളാക്കി മാറ്റിയതിനു ശേഷം നിയമിതനായതാണ് നവനീത് ശർമ്മ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക.
പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. ജനങ്ങൾക്കിടയിൽ കോവിഡ് ജാഗ്രത കുറഞ്ഞു വരുന്നതായും വാക്സിൻ എല്ലാവർക്കും ലഭ്യമാകുന്നതുവരെ മാസ്ക്, സാനിറ്റൈസർ, സാമൂഹിക അകലം എന്നിവയിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന് ചലച്ചിത്ര താരം തൻവീർ റാം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. 2020 കോവിഡ് വന്നതിന് ശേഷം എനിക്ക് തോന്നി ഇപ്പോ ആൾക്കാർ കുറച്ചും കൂടി ഈസി ആയിട്ട് എടുക്കുന്നുണ്ട്, അത്രയൊരു കെയർഫുൾ ആയിട്ട് എടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം വാക്സിൻസ് ഒക്കെ രാജ്യത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, നമുക്കൊന്നും അതിനും കിട്ടിയിട്ടുമില്ല. സോ അത് കിട്ടുന്നവരെ നമ്മൾ ഇപ്പൊ ചെയ്ത കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്യണം. മാസ്ക് ധരിക്കുന്നതും സാമൂഹിക അകലം പാലിക്കുന്നതും അങ്ങനെയൊരു ഗാദറിംഗ്സ് ഒക്കെ ഒഴിവാക്കി അത് കണ്ടിന്യൂ ചെയ്യണം തന്നെയാണ് എന്റെ ഒരു അഡ്വൈസ്. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മളെ ആരോഗ്യ പ്രവർത്തകരും ഒരുപാട് കഷ്ടപ്പെട്ട് നിൽക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ അവർക്ക് വേണ്ടിയും കൂടി ഇതൊക്കെ പാലിക്കണം. കേരളത്തിലെ കോളേജുകളിലും സർവകലാശാലകളിലും നാളെ മുതൽ ക്ലാസുകൾ പുനരാരംഭിക്കും. 50% വിദ്യാർത്ഥികൾ വീതം ക്ലാസുകളിൽ ഹാജരാകും. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തന സമയം. ശനിയാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. 5-6 സെമസ്റ്റർ ബിരുദ വിദ്യാർത്ഥികൾ, ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ, ഗവേഷണ വിദ്യാർത്ഥികൾ എന്നിവർക്കാണ് ആദ്യം ക്ലാസ് തുടങ്ങുക. കൈറ്റ് വിക്ടേഴ്സിലൂടെ സംരക്ഷണം ചെയ്തു വരുന്ന ഫസ്റ്റ് ബെൽ ഡിജിറ്റൽ ക്ലാസുകളുടെ 1ാം ക്ലാസ് മുതലുള്ള സംരക്ഷണം നാളെ പുനരാരംഭിക്കും. 10ാം തരത്തിലെ കുട്ടികൾക്കുള്ള ക്ലാസ് വൈകുന്നേരം 5:30 മുതൽ 7 മണി വരെയായിരിക്കും. ഇതിന്റെ പുനഃസംരക്ഷണം പിറ്റേ ദിവസം രാവിലെ 6:30 മുതൽ 8 മണി വരെ അതേ ക്രമത്തിൽ നടക്കും. +2 ക്ലാസുകൾ രാവിലെ 8 മണി മുതൽ 11 മണി വരെയും വൈകുന്നേരം 3 മണി മുതൽ 5:30 വരെയുമായിരിക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ നിർമ്മിച്ച വീടുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ 3 വീടുകൾക്ക് ബെസ്റ്റ് കൺസ്ട്രക്ഷൻ അവാർഡ്. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ബബിത ഷെരീഫിന്റെ കുടുംബത്തിനാണ് മികച്ച നിർമ്മിതിക്കുള്ള അവാർഡ് ലഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്. ഇരിങ്ങാലക്കുടയിലെ കാട്ടുങ്ങച്ചിറയിൽ 4.5 സെന്റ് ഭൂമിയിലാണ് ബബിതയും ഷെരീഫും ചേർന്ന് തങ്ങളുടെ സ്വപ്ന ഭവനം പണിതുയർത്തിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെയാണ് വീട് എന്ന സ്വപ്നം ഈ കുടുംബത്തിന് പൂർത്തീകരിക്കാൻ സാധിച്ചത്. പ്രവാസിയായിരിക്കെ സ്വരുക്കൂട്ടിയ പണത്തിനൊപ്പം കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ ലഭിച്ച 4 ലക്ഷം രൂപയും ചേർന്നപ്പോൾ വീട് എന്ന ചിത്രം ഈ കുടുംബം വരച്ചു തീർക്കുകയായിരുന്നു. ഭാരത സർക്കാരിന്റെ ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയത്തിന് കീഴിലുള്ള ലൈറ്റ് ഹൌസ് പ്രൊജക്ടുകളുടെ ശിലാസ്ഥാപനവും പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന പദ്ധതിയുടെ കീഴിൽ നിർമ്മിച്ച വീടുകൾക്കായുള്ള ബെസ്റ്റ് ഹൌസ് കൺസ്ട്രക്ഷൻ അവാർഡ് പ്രഖ്യാപന സമ്മേളനവും പ്രധാനമന്ത്രി ഡൽഹിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര ഭവന നഗരകാര്യ വകുപ്പ് സെക്രട്ടറി ശ്രീ ദുർഗാശങ്കർ IASൽ നിന്ന് പുരസ്കാരം ബബിത ഷെരീഫും മകൾ ആമിയും ചേർന്ന് തൃശൂർ കളക്ടറേറ്റിലെത്തി ഏറ്റുവാങ്ങി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വീഡിയോ കോൺഫറൻസ് വഴിയാണ് പുരസ്കാരം സമർപ്പിച്ചത്. മത്സരിച്ച 4 സീറ്റുകളിലും ഇത്തവണയും പാർട്ടി മത്സരിക്കണമെന്നാണ് NCPയുടെ ആഗ്രഹമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. താൻ NCPയിൽ തന്നെ ഉണ്ടാകും. NCP ഇടതുമുന്നണിയുടെ ഭാഗമായി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 37,520 രൂപയും ഗ്രാമിന് 4,690 രൂപയുമാണ് ഇന്നത്തെ വില. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5-ന് ഈസ്റ്റ് ബംഗാൾ ഒഡീഷയെ നേരിടും. രാത്രി 7:30 കളിയിൽ ATK മോഹൻ ബഗാൻ നോർത്ത് ഈസ്റ്റുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റി കേരള ബ്ലാസ്റ്റേഴ്സിനെ എതിരില്ലാത്ത 2 ഗോളിന് പരാജയപ്പെടുത്തി. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ തില്ലങ്കേരി ഡിവിഷനിൽ ഈ മാസം 21-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ലിൻഡ ജെയിംസ് മുള്ളൻകുഴി മത്സരിക്കും. LDFിലെ ബിനോയ് കുര്യനും NDA സ്ഥാനാർത്ഥിയായി ജയപ്രകാശുമാണ് മത്സരിക്കുന്നത്. വയനാട് കമ്പളക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 2 ആദിവാസി ബാലികമാരെ പീഡിപ്പിച്ച 2 യുവാക്കളെ കമ്പളക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ പോക്സോ നിയമപ്രകാരവും പട്ടികജാതി അതിക്രമം തടയൽ നിയമപ്രകാരവും കേസെടുത്തു. പെൺകുട്ടികളിൽ ഒരാളെ കാണാനില്ലെന്ന രക്ഷിതാവിന്റെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പീഡന വിവരം പുറത്തറിയുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 2 കോവിഡ് വാക്സിനുകൾക്ക് അനുമതി. കോവാക്സിനും കോവിഷീൽഡ് വാക്സിനും ഉപാധികളോടെ ഉപയോഗിക്കാം. സംസ്ഥാനത്ത് കോവിഡ് മുക്തരായവരുടെ എണ്ണം 7 ലക്ഷം കടന്നു. നിലവിൽ ചികിത്സയിലുള്ളത് 65,374 പേർ. കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് കോളേജുകളിൽ നാളെ മുതൽ അധ്യയനം പുനരാരംഭിക്കും. ഫസ്റ്റ് ബെൽ ഡിജിറ്റൽ ക്ലാസുകളുടെ സംരക്ഷണത്തിനും തുടക്കമാകും. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഈസ്റ്റ് ബംഗാൾ ഒഡീഷയെയും ATK ബഗാൻ നോർത്ത് ഈസ്റ്റിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.